ഡെപ്യൂട്ടി മേയർ ശ്രീ പി കെ രാജു കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി കെ രാജു, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, എങ്ങനെയാണ് ഉദയകുമാർ മരിച്ചു പോയത്? ഞാൻ വർഷം മരണപ്പെട്ടു പോയ ഉരുട്ടിക്കൊല ചെയ്യപ്പെട്ട ശ്രീ ഉദയകുമാറിന്റെ മാതാവിനോടൊപ്പം നിയമ പോരാട്ടം നടത്തിയാണ് കുറ്റക്കാരെ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഹൈക്കോടതിയിലെ വിധി വന്നതിലുള്ളൂ, ഉത്തരവ് വരട്ടെ, ഉറപ്പായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഉത്തരവ് പുറത്തു വന്നാൽ ഇനി സുപ്രീം കോടതിയുണ്ട്. അത് ഒരു പൊതുപ്രവർത്തകൻ, ഒരു CPI പ്രവർത്തകൻ എന്ന നിലയിൽ അന്തരിച്ചു പോയ എന്റെ പ്രിയ നേതാവ് ശ്രീ വിളിയം ഭാർഗവൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം, ഉറപ്പായിട്ട് CPI എന്നെ ഏൽപ്പിച്ച ജോലിയാണത്. ആ അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞതിന് പ്രകാരം ഞാൻ 13.5 വർഷം അമ്മയോടൊപ്പം നീതിക്ക് വേണ്ടി കോടതി കയറി ഇറങ്ങി. എനിക്ക് പോലീസ് മർദ്ദനം അതിന്റെ പേരിൽ ലാത്തിചാർജ് ഏറ്റ ഒരു യുവ നേതാവായിരിക്കുമ്പോൾ ഏറ്റ ആളാണ്. അതൊന്നും എനിക്ക് വിഷമമില്ല. എന്തായാലും ഉദയകുമാർ ആ നിങ്ങളുടെ മാതൃഭൂമിയിലെ ലേഖകൻ പറഞ്ഞതുപോലെ എങ്ങനെയാണ് മരണപ്പെട്ടത്? ചുമ്മാ മരണപ്പെട്ടതല്ലോ. ഞാൻ ആ മൃതശരീരം 2 മണിക്കൂർ തിരുവനന്തപുരം മോർച്ചറിയിൽ തടഞ്ഞു വെച്ച് പോലീസ്, അന്നത്തെ സിറ്റി പോലീസ് മനോജ് അവിടെ വിളിച്ചു വരുത്തി നൂറുകണക്കിന് ആൾക്കാരുടെ സാക്ഷ്യപ്പെടുത്തി ഉരുട്ടിക്കൊല ചെയ്യപ്പെട്ടതാണെന്ന് കാലിന്റെ നഖം മുതൽ അദ്ദേഹത്തിന്റെ തുട വരെ 2 ശ്രീകൃഷ്ണന്റെ നീല കളറുണ്ടല്ലോ, ആകാശത്തിന്റെ സ്കൈ ബ്ലൂവിന്റെ കളറിൽ നേരിട്ട് കണ്ട ഒരാളാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊല ചെയ്യപ്പെട്ടതാണ്. പിന്നെ ആരെങ്കിലും റോഡിലിട്ട് ഉരുട്ടിക്കൊല ചെയ്യപ്പെട്ടതാണോ? ആരെങ്കിലും വെട്ടിയതാണോ? പോലീസുകാർ കൊന്നതാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകൾ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും.